വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. പഞ്ചായത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ യാതൊരു പദ്ധതിക്കും ഊന്നൽ നൽകാതെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവും 13ാം വാർഡ് അംഗവുമായ സത്യഭാമ രാധാകൃഷ്ണൻ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം, ഇത് 9/2-നാണ് 2024-25 വർഷത്തേക്കുള്ള കരട് ബഡ്ജറ്റ് അവതരണം നടത്തിയത്. പ്രസ്തുത ബഡ്ജറ്റിൽ ജനക്ഷേമകരമായിട്ടുള്ള യാതൊരു പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ വർഷവും കഴിഞ്ഞ 3 വർഷങ്ങളിലും അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഊന്നിയ ഒരു പ്രവർത്തനവും ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടില്ല. ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് നാടിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പ്രതിപക്ഷ മെമ്പർമാർ എല്ലാവരും പ്രസ്തുത ബഡ്ജറ്റിനെ എതിർക്കുകയും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഉണ്ടായി. കാരണം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയും പ്രസ്തുത ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കടുത്ത വിമർശനം ഉണ്ടാവുകയും വിയോജനം രേഖപ്പെടുത്തി പ്രസ്തുത ബഡ്ജറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് നടക്കുന്ന അന്തിമ ബഡ്ജറ്റിലും പ്രതിപക്ഷ മെമ്പർമാർ ആരും തന്നെ പ്രസ്തുത ദിവസം ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയ ബഡ്ജറ്റുകളിൽ ഒരു പ്രഹസനമാക്കുക എന്ന് മാത്രമല്ല, അതൊന്നും നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ അന്തിമ ബഡ്ജറ്റിലും ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ പങ്കെടുക്കാതിരുന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. പ്രധാനമായും ഭരണസമിതി കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയുടേതായിട്ടുള്ള, അതായത് സർക്കാരിൻ്റെ തനതായ എന്തെങ്കിലും ചെറിയ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി പഞ്ചായത്തിന് ഉപോത്ബലകമായിട്ടുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കോ അതുപോലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കോ ആവശ്യമായ ഒരു പ്രവർത്തനവും നടത്താതെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണത്തിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് കൂട്ടായ ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നടന്ന അന്തിമ ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ ഭരണസമിതി അംഗങ്ങൾ പങ്കെടുക്കാതിരുന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.